ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red Carpet. Stay tuned for your favorite celebrity. Hi, hello and welcome to Red Carpet with RJ ഏലിക്കുട്ടി. ഇന്ന് നമ്മുടെ കൂടെ റെഡ് കാർപ്പറ്റിലുള്ളത് ഇപ്പോൾ തിയേറ്ററിൽ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റോൺ ടു മൂവിയുടെ കോസ്റ്റ്യൂം ഡിസൈനർ വിശാഖ് സനൽകുമാർ ആണ്. ഹായ് വിശാഖ്, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോ പടം ഭയങ്കര റെസ്പോൺസ് ആണ്, നല്ല രസമായിട്ട് തോന്നുന്നു. യെസ്, അത് തന്നെയായിരുന്നു ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സക്സസ്ഫുള്ളി റോൺ ടു മൂവി ഇങ്ങനെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിക്കിൽ നിന്നും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു മൂവിയിലേക്കുള്ള ആ ഒരു ജേർണി? എങ്ങനെയായിരുന്നു? ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഈ മൂവിയിലേക്ക് സജസ്റ്റ് ചെയ്തതിന്റെ ചീഫ് അസോസിയേറ്റ് ഷെല്ലി എന്ന് പറഞ്ഞ ആളായിരുന്നു. പുള്ളിയായിട്ട് എനിക്ക് ഇനി ഒരു പടം കൂടെ റിലീസ് ഉണ്ട്, പെണ്ണും പൊറാട്ടം എന്നൊരു പടമുണ്ട്. അത് നമ്മുടെ രാജേഷ് മാധവൻ ഡയറക്ടർ പടമായിരുന്നു. അപ്പൊ അതിന്റെ റിലീസ് ഉണ്ട് ഇനി. അപ്പൊ പുള്ളിയായിരുന്നു എന്നെ ഇതിലേക്ക് സജസ്റ്റ് ചെയ്തത്. ഭയങ്കര രസമായിരുന്നു പരിപാടി. നോർമൽ പോലീസ് പരിപാടി ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ടഫ് എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. കാരണം നമ്മൾ സിനിമാറ്റിക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഡീറ്റെയിലിംഗ് ആണെങ്കിൽ പോലും അങ്ങനെ അധികം പോലീസിൽ യൂണിഫോമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. പക്ഷെ ഷൈക്ക പോലീസ് കൂടെ ആയിട്ട്, ഇതിൽ ഡയറക്ടർ ഷൈക്ക പോലീസ് കൂടെ ആയിട്ട് നമുക്ക് കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം പോലും ഭയങ്കര നോക്കുമായിരുന്നു. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കൂടെ തന്നെ 1-2 ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും ചെക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഭയങ്കര രസമായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? എവിടെ നിന്നാണ് ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആക്ച്വലി ഞാന് ഫാഷൻ ഡിസൈനായിട്ട് പഠിച്ചത് ട്രിവാൻഡ്രത്തായിരുന്നു. ഡിഗ്രി ആയിരുന്നു. കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അന്താക്ഷരി എന്നൊരു മൂവിയിലാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു. നമ്മുടെ ബിപിൻ ദാസ് ഇപ്പം മറ്റു ബിസിനസ് സമേതം അതിലെ പ്രൊഡ്യൂസറുടെ മൂവി ആയിരുന്നു. അങ്ങനെ അതിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ 1-2 മൂവിലായി. പിന്നെ മെൽവിജയ് ആയിരുന്നു എന്റെ ആശാൻ എന്ന് പറഞ്ഞിട്ട് മെൽവിജയ് ആണ്. അപ്പൊ പുള്ളിയായിട്ട് എനിക്കൊരു പടം ഇൻഡിപെൻഡന്റ് ഫസ്റ്റ് ഞാൻ കഠിനകട ഒരു അണ്ടകട എന്ന് പറഞ്ഞൊരു പടമായിരുന്നു. ബേസിൽ ജോസഫ് ഒരു പടമായിരുന്നു. അതിനുശേഷം ഫാലിമി, പിന്നെ ഒരു 3 തമിഴ് ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോ പെണ്ണും പൊറാട്ട റിലീസിലുണ്ട്, റോന്ത് ഇറങ്ങി. അങ്ങനെ രസമായിട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിപിൻ ചേട്ടന്റെ മൂവിയിൽ തന്നെയാണ് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത്. അശ്വതി ചേച്ചിയുടെ കൂടെ ആയിരുന്നല്ലേ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാന് പുള്ളിക്കാരത്തിന്റെ അന്താക്ഷരി അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നെ അസോസിയേറ്റ് ആയിട്ടായിരുന്നു ജയ്ജയിലും പിന്നെ ഗുരുവായൂർ അമ്പലനടയിലും അതിലൊക്കെ ആയിരുന്നു. ഈ ഒരു ഗുരുവായൂർ അമ്പലനടയിലേക്ക് വരുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ പൃഥ്വിരാജിന്റെ ഡ്രസ്സിനെ പറ്റി ഒരു സംസാരം ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അശ്വതി ചേച്ചി ഒരിക്കലും അതിന് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു മൊഡാൽ അങ്ങനത്തെ ഒരു പ്രിന്റ് ഷർട്ട് അല്ലെങ്കിൽ പ്രിന്റ് ആയിട്ടുള്ള ഒരു സാധനം വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആണുങ്ങളുടെ ഷർട്ടിലേക്ക് അത് അത്ര വന്നിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഓരോ സിനിമയിലും ഓരോ ക്യാരക്ടേഴ്സിന് നമ്മളൊരു ആ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾ ടീമിന്റെ ബാക്കിലുള്ള ആ ഒരു ക്രിയേറ്റീവ് പ്രോസസ് എങ്ങനെയാണ്? നമ്മൾ ആദ്യം ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. ആ മീറ്റിംഗിൽ ഇപ്പോ ഡയറക്ടർ ഉണ്ടാവും, മേക്കപ്പ് മാൻ ഉണ്ടാവും, കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ കളർ പരിപാടി നോക്കുമ്പോഴത്തേക്ക് DOP ആയിരിക്കും. പിന്നെ ആർട്ടിന്റെ അവരുടേതായ ബാക്ക്ഗ്രൗണ്ട് പരിപാടികളും അങ്ങനെ എല്ലാവരുടെ സജഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പ്രോസസ്സിംഗിലായിരിക്കും ബാക്കി നമ്മൾ പ്ലാൻ ചെയ്ത് പരിപാടി പോകുന്നത്. പിന്നെ ക്യാരക്ടർ ബേസ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. പിന്നെ നമുക്ക് അല്ലെങ്കിൽ മറ്റേ എക്സ്പെരിമെന്റ് ആയിട്ടുള്ള പടങ്ങൾ കിട്ടണം. ഇപ്പൊ എനിക്ക് പെണ്ണും പൊറോട്ട എന്നുള്ള മൂവി എനിക്ക് അങ്ങനെയായിരുന്നു. കാരണം അതിൽ നമുക്ക് കുറച്ച് എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നു കുറച്ചുകൂടി രസമായിരിക്കും എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇത് റിലീസിന് എത്തിക്കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയാനായിട്ടുള്ളത് അല്ലേ? ഓക്കെ. അപ്പം ഒരു വർക്ക് വരുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞു ഓൾ ടീമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. എങ്കിൽ പോലും ഡയറക്ടേഴ്സിന്റെ കണ്ണിൽ അവരുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ അവർക്ക് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ആക്ടേഴ്സിനും അവരുടെ ആ ഒരു ലുക്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അപ്പം നമ്മൾ ആ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഡയറക്ടറുമായിട്ടും അതുപോലെ തന്നെ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് നിങ്ങൾ ആ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ തമ്മിലുള്ള ആ ഒരു റാപ്പോ? ഇല്ല, നമ്മൾ കൂടുതലും ഡയറക്ടറിന്റെ ഒപ്പീനിയൻ തന്നെ കേൾക്കാറുള്ളത്. ആർട്ടിസ്റ്റ് അങ്ങനെ ഇതുവരെയും ഞാൻ ചെയ്ത പടങ്ങൾ അങ്ങനെ വലുതായിട്ട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. മീൻസ് അവരുടെ സജഷൻസ് അങ്ങനെ വലുതായിട്ട് വന്നില്ല. ഡയറക്ടർ നോക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ് എന്നുള്ള മൂഡിൽ തന്നെയായിരിക്കും. ഓക്കെ. അപ്പം നമുക്കറിയാം ഈ ഗുരുവായൂർ അമ്പലനടയിലാണെങ്കിലും അതുപോലെ തന്നെ ജയ് ഹേ ആണെങ്കിൽ ഫാലിമി ആണെങ്കിൽ നമ്മളെല്ലാവരും ഒരുപാട് കുറെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ ആ സെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫൺ മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും ജയ് ഭയങ്കര രസമായിരുന്നു. മീൻസ് നമ്മള് എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ളത്, വിഭുചേട്ടനായിരുന്നാലും എല്ലാരും പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. മറ്റേ കളിക്കാൻ പോകുന്ന പരിപാടികളും അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് നമുക്ക് എന്തായിരുന്നു മറ്റേ കളിക്കാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ ഷൂട്ട് നിർത്തി വെച്ചു, അങ്ങനത്തെ ഒക്കെ പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഓൾറെഡി ഒരു പ്ലാനിലായിരിക്കാം ഈ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നെങ്കിൽ പോലും ഷൂട്ടിംഗ് ലൊക്കേഷൻ ചിലപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ചോയ്സിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ?
ചെയ്തിട്ടുണ്ടാവോ? അത് ഉറപ്പായിട്ടും നമ്മൾ അവരുടെ ഒരു റെഫറൻസ് ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ജയഗജയുടെ സമയത്തായി പോലും അവരുടെ ആൾക്കാരുടെ പരിപാടിയും ആ ഒരു കാര്യം നമ്മൾ റെഫറൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് ഓരോ മൂവി അവിടുത്തെ സ്റ്റോറി ബേസിലിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് മുഴുവൻ കേട്ടുകൊണ്ടാണോ ആ ഒരു? അതെ. ഫസ്റ്റ് മീറ്റിംഗിൽ നമുക്കൊരു നാരേഷൻ ഉണ്ടായിരിക്കും, ഒരു വൺലൈൻ ആയിരിക്കും. പിന്നെ സ്ക്രിപ്റ്റ് നമുക്ക് PDF ആയിട്ടോ അല്ലെങ്കിൽ ഫയലായിട്ടോ വരും. അത് സ്ക്രിപ്റ്റ് മൊത്തം ഇരുന്ന് വായിച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് അപ്പൊ നമുക്ക് ഇന്നാവാൻ പറ്റുള്ളൂ അതിലേക്ക്, ആ ക്യാരക്ടറിന്റെ എത്തും പരിപാടിയൊക്കെ ആയിട്ട്. ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു എലമെന്റ് എപ്പോഴും വിശാഖിന്റെ വർക്കിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ല. പക്ഷെ കഥ ബേസിൽ എനിക്ക് ഫാന്റസി ആയിട്ടുള്ള മൂവി എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ, അല്ലാണ്ട് എനിക്ക് കൂടുതലും മറ്റേ റിയലിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് താല്പര്യം. എനിക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ എനിക്ക് താല്പര്യമില്ല. അതായത് ഇപ്പോ മുമ്പ് പോലുള്ള മൂവികൾ വെച്ചാല് ഒരാളിപ്പോ ഒരു നായകൻ ചെക്ക് ഷർട്ട് ആണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് അയാൾ ചെക്ക് ഷർട്ട് ആയിരിക്കും, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരിക്കും. പക്ഷെ എങ്കിൽ പോലും അയാൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സാധനത്തിലേക്ക് ഞാൻ ഫാലിം ചെയ്യുന്ന സമയത്ത് ഡയറക്ടറോട് പറഞ്ഞു, വിഷനോട് ഞാൻ പറയായിരുന്നു, അങ്ങനെ ഒരു സാധനം ത്രൂ ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരായാലും പോലും ഇപ്പം ത്രൂ ഔട്ട് ചെക്ക് തന്നെ ഇട്ട് അങ്ങനെ പോകുന്ന ഒരു പാറ്റേൺ പിടിക്കേണ്ടെന്ന് ഞാൻ ഭയങ്കരമായിട്ട് നീശോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫാലിമിൽ ഇപ്പൊ ചെക്ക് ഉണ്ട്, പ്ലെയിൻ ഉണ്ട്, സ്ട്രൈപ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പിടിക്കാറുണ്ട് ഇതില്. നമ്മൾ പ്രേക്ഷകർ ഒരു സിനിമ കാണുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിനെ അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് സബ് കോൺഷ്യസ്ലി അവരുടെ ആ ഒരു ലുക്ക് അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഒക്കെ ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ആസ് എ ഡിസൈനർ? ആൾക്കാരെന്നോട് വിളിച്ച് പറയാറൊക്കെയാണ്. നല്ല ഫാലിം ഇറങ്ങിയ സമയത്തായാലും പടം വരുമ്പോൾ വിളിച്ച് പറയാറുണ്ട്. അപ്പം ഇത്രയും വർക്ക് ചെയ്ത സമയത്ത് ഏറ്റവും ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഏത് മൂവിയിൽ വർക്ക് ചെയ്തപ്പോഴാണ്? ആർക്ക് ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത സമയത്താണ് ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത്? ഒന്ന് രണ്ട് അതിൽ കൂടുതൽ ലുക്ക് ടെസ്റ്റ് ചെയ്തായിരുന്നു. ഫാലിമിൽ തന്നെയാണ്. ഫാലിമില് നമ്മുടെ അപ്പൂപ്പന്റെ ക്യാരക്ടറിലെ ആളുടെ ക്യാരക്ടറിലെ ഒന്ന് രണ്ടിൽ കൂടുതൽ ലുക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, മീൻസ് വാരണാസിലേക്ക് വരുന്നത്, പക്ഷെ അപ്പൂപ്പാന്റെ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഒരു വിംഗർ ബാൻഡിലുള്ള. അപ്പൊ ആളുടെ ലുക്കൊക്കെ കുറച്ച് ചലഞ്ചിങ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നോർമലി പരിപാടിയായിരുന്നു. പിന്നെ ഇതിപ്പോ റോന്തിലിപ്പോ ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ആയിരുന്നു ഷായ്ക്കയുടെ കൂടെ വർക്ക് ചെയ്തപ്പോ. ഓക്കെ, അപ്പം ഒരു ക്യാരക്ടറിന് നമ്മളൊരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ആദ്യം നമ്മൾ മനസ്സിൽ കണ്ട ഒരു ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു പ്രോസസ് ഒക്കെ എങ്ങനെയായിരിക്കും? ഫാലിമിൽ ഞാൻ ഡ്രോ ചെയ്ത് കാണിച്ചായിരുന്നു വിഷയണ്ണ. പക്ഷെ അല്ലാണ്ട് കൂടുതലും മറ്റേ റെഫറൻസ് ആയിരുന്നു. റിയൽ ലൈഫിലുള്ള ആൾക്കാരുടെ റെഫറൻസ് ഫോട്ടോസ് എടുത്ത് അതിനെ ലോക്ക് ചെയ്ത് അങ്ങനെയായിരുന്നു. പിന്നെ ഇതിൽ ഞാനും 2 ഡിസൈനർ ആയിരുന്നു. ഞാനൊരു ഡിനോ എന്നൊരു ഡിസൈനർ ഉണ്ടായിരുന്നു, റോന്തിലായിരുന്നു. പിന്നെ പെണ്ണും പുറം ഞങ്ങൾ 2 ഒരുമിച്ച് ചെയ്തത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം റോന്ത് മൂവിയുടെ കോസ്റ്റ്യൂം ഡയറക്ടറായ വിശാഖ് സനൽകുമാറിനോടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. വിശാഖിന്റെ കൂടെ ഡിനോ ഡേവിസും ഈ ഒരു മൂവിയിൽ കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഡിനോ ഡേവിസിന്റെ വിശേഷങ്ങൾ കൂടി കേൾക്കാം. അപ്പൊ ഡിനോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? റോന്ത് മൂവിയുടെ സക്സസിനെ പറ്റി എന്തൊക്കെയാണ് പറയാനായിട്ടുള്ളത്? വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം. നമ്മൾ വർക്ക് ചെയ്ത പടം ഇങ്ങനെ നല്ല രീതിയിൽ ഓടുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും തലയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ കൂടുതലും നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മലയാള സിനിമ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി നല്ല ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് പരിപാടികളൊക്കെ കുറച്ചുകൂടി അധികമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോഴായാലും നമ്മൾ നല്ല രീതിയിൽ ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറി പരിപാടികൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ റിയലിസ്റ്റിക് പരിപാടിക്കൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കോസ്റ്റ്യൂം പ്രത്യേകമായിട്ട് കസ്റ്റം മെയ്ഡ് ചെയ്യുക, ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? നമ്മളിപ്പോ ഏറ്റവും ലാസ്റ്റ് ചെയ്ത റോന്ത് എന്ന് പറയുന്ന പടത്തിന് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഡയറക്ടർ മുമ്പ് പോലീസായിട്ട് വർക്ക് ചെയ്ത ആളാണ്. പുള്ളി ഇങ്ങനെ ഒരുപാട് നാള് പോലീസിൽ വർക്ക് ചെയ്തത് കൊണ്ട് പുള്ളിക്ക് ഈ ഒരു മൂഡിൽ വേണമെന്നുള്ള ഭയങ്കര ക്ലാരിറ്റി ഉള്ള ആളാണ്. ആ ക്യാരക്ടേഴ്സിന് എങ്ങനത്തെ രീതിയിലുള്ള മാനസികമായിട്ടുള്ള സാധനങ്ങളാണോ ഉള്ളത്, അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ്യൂമിലേക്കും അതിന്റെ തന്നെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിനകത്ത് തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത റോഷൻ ചേട്ടന് ജോലി കയറിയിട്ടുള്ള ആ ഒരു പരിപാടി നമ്മുടെ കോസ്റ്റ്യൂമിൽ കൊടുത്തു. പിന്നെ നമ്മുടെ ദിലീഷ് ചേട്ടനാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരനായിട്ടാണ്. അപ്പൊ അയാളുടെ ഒരു ഈസിനെസ് പരിപാടിയൊക്കെ കോസ്റ്റ്യൂമിലും കൊണ്ടുവരണമെന്ന് ഷായിക്ക് ഇങ്ങനെ സ്റ്റോറി പറയുന്ന സമയത്ത് തന്നെ ഷായിക്ക് നമ്മളോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത് ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പം ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഫുൾ ടീം?
നമ്മള് ഈ കറണ്ട് ഫാഷൻ പരിപാടികൾ എന്താണെന്ന് നമ്മളിങ്ങനെ വേറെ ഡിസൈനേഴ്സിന്റെ അല്ലെങ്കിൽ ഇപ്പൊ കറണ്ടായിട്ട് നമ്മുടെ സ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫാഷൻ ചേഞ്ചസിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു അപ്ഡേഷൻ പരിപാടികളൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ റിയലിസ്റ്റിക് പരിപാടികൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒബ്സർവ് ചെയ്ത് കുറച്ച് പുതിയ പുതിയ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്ത കുറെ ക്യാരക്ടേഴ്സിന്റെ കോസ്റ്റ്യൂം ഒക്കെ നമുക്ക് ചില സമയത്ത് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാം. പിന്നെ ഓരോ സ്ഥലങ്ങളുടെ അനുസരിച്ച് അവിടുത്തെ ലോക്കൽസിന്റെ ഡ്രസ്സിങ്ങിലും വ്യത്യാസം വരും. ഭയങ്കര വ്യത്യാസമല്ല പറയണത്, എന്നാലും ഇപ്പൊ പാലക്കാടുള്ള ഒരു ലോക്കൽ ഉള്ള ആളെ പോലെ ആയിരിക്കില്ല ചിലപ്പോ നമ്മളിപ്പോ ഷൂട്ട് ചെയ്ത സ്ഥലത്തുള്ള ഇരിട്ടി എന്ന് പറയുന്നത്. ഓരോ ടെറൈനുകൾ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യണ ജോലിയുടെ അനുസരിച്ചൊക്കെ ഓരോ രീതിയിൽ അനുസരിച്ച് മാറും. പിന്നെ നമ്മളപ്പോ മെയിൻ ആയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിനെ കേന്ദ്രീകരിച്ചാണെങ്കിൽ നമ്മൾ ആ സ്ഥലത്തുള്ള ലോക്കൽസിന്റെ ഒക്കെ ഔട്ട്ഫിറ്റ് പരിപാടികൾ അല്ലെങ്കിൽ അവര് അതിടണ പരിപാടികൾ എങ്ങനെയാന്നൊക്കെ നോക്കലുണ്ട്. അതല്ലാണ്ട് നമ്മൾ മൊത്തമായിട്ടുള്ള ഒരു ഫാഷൻ പരിപാടിയിലുള്ള ചേഞ്ചസ് എന്താന്ന് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാം. വളരെ പേഴ്സണലി നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡ് ആയിരിക്കും ഇത്. അപ്പോൾ ഒരുപാട് ഫാബ്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പെർട്ടിക്കുലർ കളർ ഉണ്ടായിരിക്കുമല്ലോ, ഇന്ന കളറിൽ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നുള്ളത് ഒരു ഫൺ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരു ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ ഏതാണ്? കളർ യു ലവ് വർക്കിംഗ് വിത്ത്? പടങ്ങൾക്ക് വേണ്ടിയിട്ട് കോസ്റ്റ്യൂം ചെയ്യണ സമയത്ത് മെയിൻ ആയിട്ട് നമ്മുടെ ഫേവറേറ്റ് കളേഴ്സ് എന്ന് പറയണേക്കാൾ ഉപരി കുറച്ചുകൂടി നമ്മുടെ പടത്തിന്റെ മൊത്തത്തിലുള്ള ഒരു മൂഡിന്റെ ഒരു കളർ പാലറ്റ് അല്ലെങ്കിൽ DOPക്ക് വേണ്ട കളേഴ്സ്, അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസ് പരിപാടികൾ ഉണ്ടാവല്ലോ. നമ്മൾ മെയിൻ ആയിട്ട് അത് വെച്ചിട്ടാണ് സാധാരണ ചെയ്യല്. പിന്നെ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ ചെയ്യണ സമയത്താണെങ്കിൽ എനിക്ക് കുറച്ച് പേഴ്സണലി ഈ പേസ്റ്റൽ കളേഴ്സിനോടൊക്കെ കുറച്ച് ഇഷ്ടം കൂടുതലാണ്. നമ്മുടെ വർക്ക് ഒക്കെ കണ്ടതിന് ശേഷം ആളുകൾ ഒരുപാട് റിയാക്ഷൻസ് അതുപോലെ തന്നെ റെസ്പോൺസ് ഒക്കെ നൽകിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ ഏറ്റവും മോസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എന്താണ് വർക്ക് സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? വർക്ക് സൈഡിൽ നിന്ന് കിട്ടിയത് എന്റെ ഫാദർ വിളിച്ചിട്ട് പടം കണ്ടു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമുക്കപ്പം വേറെ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ഇതിനകത്തേക്കാളും നമ്മുടെ സ്വന്തം ഫാദർ ഇങ്ങനെ പടം കണ്ടതിന് ശേഷം പടം നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണല്ലേ? പ്രൗഡ് മൊമെന്റ് പരിപാടിയായിരുന്നു. ഓക്കെ. അപ്പൊ ഇത്രയും നാള് വർക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇനി ഒരു ഡ്രീം ആക്ടർ ഓർ ആക്ട്രസിനെ ഡിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് ആരെയാണ്? നമുക്ക് എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാന്നുണ്ട്. എന്നാലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ലാലേട്ടനാണ്. അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം അല്ലെ? ഓക്കെ. അപ്പൊ എന്തായാലും ഡിനോ പറഞ്ഞതുപോലെ തന്നെ ഡിനോയ്ക്ക് നമ്മുടെ ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടട്ടെ. ഒപ്പം തന്നെ ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് നല്ല നല്ല വർക്കുകളൊക്കെ കിട്ടട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ആൻഡ് ഒരുപാട് സന്തോഷം ഡിനോ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിലും വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിലും. Thank you. And also Vishak, thank you so much for joining with us. Okay, thank you. Red Carpet, a day with your favorite celebrities. നിങ്ങളുടെ ഇഷ്ടതാരങ്ങളെത്തുന്നു ആശ്രയ FM 90 കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. Stay tuned.